പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കോളപ്രിയാണ്. രാജു സി ഗോപാൽ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഞാനിവിടെ പൊങ്ങന്നൂർ പശുവിനെ കാണാനായിട്ട് വന്നതാണ്. സാർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. സാറിനോട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഇതിലെ തന്നെ ഈ പൊങ്കനൂര് ഉണ്ടായത് അത് 4-5 ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതല്ലേ സാർ, ഈ പൊങ്ങന്നൂർ കൃഷി ചെയ്യാനായിട്ട് വളർത്തലിലേക്ക് വരാൻ എന്താ കാരണം ഉണ്ടായത്? അതെ, ഞങ്ങൾ ഈ റംബുട്ടാൻ കൃഷി ചെയ്തപ്പോൾ ഞാൻ 2013 റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ ആദ്യം റംബുട്ടാൻ കൃഷി ചെയ്തപ്പോൾ ഇത് ജൈവ രീതിയിൽ വളർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടും പിന്നെ ഈ നമ്മൾ ഹോം ഗ്രൗണ്ടിനെ തൈ വാങ്ങിയത്. അപ്പോൾ അവർ പറഞ്ഞു ഇതിനെ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ജൈവ രീതിയിൽ വളർത്താവുന്ന ഒരു ചെടിയാണെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ചാണകം അന്വേഷിച്ചപ്പോൾ ഇവിടെയൊക്കെ ചാണകത്തിന് ഭയങ്കര വിലയൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി 2-3 പേര് കൂടിയാട്ടോ ലോറിക്ക് ചാണകം ഇടപെടയാണ് ഇവിടെ ഇറക്കിയപ്പോൾ ഇവിടുത്തെ ഒരു കൃഷി ഓഫീസർ ഒരു മാർട്ടിൻ സാറ് ചിലപ്പോൾ അറിയുന്ന ഒരു സാറായിരിക്കും. സാർ ഇപ്പോൾ റിട്ടയറായി, ഇപ്പം തൊഴിലാണ് താമസിക്കുന്നത്. നേരത്തെ ഈ ഇടവിട്ടിയ ഭാഗത്തായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ഇതും കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഇത് വെറുതെ ഇങ്ങനെ വെയിലത്തിട്ട് ഉണങ്ങിയ ഒരു സാധനമാണ്, അതിൻ്റെ ബാക്ടീരിയ മുഴുവൻ നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ടൊരു പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ചെറിയൊരു പശുവിനെ മേടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ ഞങ്ങൾക്ക് പശു. അതുവരെ ഈ സ്കൂളിലെ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. ഇത് അടച്ചിട്ട് പോകുന്നതുകൊണ്ട് ഒരു പൂച്ച പോലും നമുക്കില്ലായിരുന്നു. അപ്പോൾ ഒരു പശുവിനെ വളർത്താമെന്ന് തീരുമാനിച്ചു വന്ന ഒരു ചെറിയ പശുവാട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പം ഈ വെച്ചൂർ പശുവിനൊക്കെ അന്ന് ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഭയങ്കര വില എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ആൾക്കാർ വില പറയുന്നത്. അങ്ങനെ ഇവിടെ അടുത്തൊരിടത്ത് ഒരു 75,000 രൂപ പറഞ്ഞിടത്ത് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്നെ കൊടുത്തുപോയി. അത് കാരണം ഞാൻ എന്നാൽ ഈ സാറിങ്ങനെ നിർബന്ധം പറയും, അല്ലെങ്കിൽ നമുക്ക് കാസർഗോഡ് പോയി ഒരു കാസർഗോഡ് കൊള്ളാൻ അവിടെ അത്രയും വിലയില്ല, അങ്ങനെ മേടിക്കാമെന്ന് ഈ കൃഷി ഓഫീസർ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. സാറിങ്ങനെ നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ മൂവാറ്റുപുഴ അടുത്തൊരിടത്തുനിന്ന് ഒരു കാസർഗോഡ് കൊള്ളനെ അവർക്ക് കൊടുക്കാൻ അത്യാവശ്യമായ കാരണം ഒരു 40,000 രൂപയ്ക്ക് അതിനെ ഇവിടെ കൊണ്ടുവന്ന് അതിന് വെച്ചൂര് ഇൻസിമിനേറ്റ് ചെയ്തു. അങ്ങനെ അതിനുണ്ടായതെല്ലാം ആദ്യത്തേതെല്ലാം ഇങ്ങനെ പശുക്കിടാക്കളായിരുന്നു. അതിലൊരെണ്ണം ഒരു മൂന്നാമത്തെ പശുവാണെന്ന് തോന്നുന്നു. അത് വെള്ള നിറത്തിലായിരുന്നു. അപ്പം വെള്ള നിറത്തിലായപ്പോൾ ഞങ്ങൾ ഇതിനെ കണ്ടപ്പോൾ ഇതിന് വെച്ചൂരിൻ്റെ കണ്ടാലുള്ള അതിനെ കാണിച്ചു തരാം, അതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതുവർക്ക് മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ അത് വളരെ ഇച്ചിരി വലുതായപ്പോഴത്തേക്കും ഈ തൊടുപുഴയിൽ നിന്നൊരു ജെയ്സൺ ഡോക്ടർ ഇവിടെ വേറെ എന്തോ ഒരു കാര്യത്തിന് ഇവിടെ വന്നു. ഡോക്ടർ പറഞ്ഞു ഇത് വെച്ചൂര് തന്നെയാണ്, വെച്ചൂരിന് വെള്ള ഉണ്ടാകുന്ന ഒരു 1% മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. ഇതിനെ ഒരു കാര്യം അപ്പോഴാണ് ഇതിനെ കണ്ടാലും നല്ല ഭംഗിയുള്ളതാണ്, ഇപ്പോൾ നമ്മൾ കാണാൻ മനസ്സിലാവും. അങ്ങനെ അത് വളർന്ന് വലുതായപ്പം ഇവിടെ ഉള്ള ഒരു വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വേണുഗോപാൽ സാർ ഇവിടെ പശുക്കളുടെ എന്തോ കാര്യത്തിന് നോക്കാനായിട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞു ഇത് ഇങ്ങനെ അന്നാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത് പൊങ്കനൂർ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പശു ഉണ്ടല്ലോ, ആ ഇനമാണത്. ഇതിൻ്റെ സെമൻ ഇവിടെയൊന്നും കിട്ടാനില്ല. ഞാനത് സാറ് വലിയൊരു മൃഗസ്നേഹിയും അങ്ങനെ ഈ കാര്യത്തിൽ വലിയൊരു ഗവേഷണം നടത്തുന്ന ഒരാൾ പോലെയുള്ള ഒരാളാണ്. അപ്പോൾ സാറ് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇതിൻ്റെ സെമൻ കൊണ്ടുവന്ന് ഇതിന് കുത്തിവെച്ചാൽ ഒരു 90% ഈ പൊങ്കനൂരിനോട് സാമ്യമുള്ള പശു ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സാറ് ഇനിഷ്യേറ്റീവ് എടുത്താണ് ഇതിന് ഈ പൊങ്കനൂർ കുത്തിവെക്കുന്നത്. അങ്ങനെ പൊങ്കനൂർ കുത്തിവെച്ച് ഉണ്ടായതാണ് അങ്ങനെ ഒരു 4-5 എണ്ണം അതിനോട് വളരെ സാമ്യമുള്ള തീരെ പൊക്കം കുറഞ്ഞ വെള്ള നിറമുള്ള, ഈ പശുവും വെള്ള നിറമുള്ളതായതുകൊണ്ട് ഈ വെള്ള നിറമുള്ള പൊക്കം കുറഞ്ഞ പശുക്കളുണ്ടായി. അങ്ങനെയാണ് പൊങ്കനൂരിനെ നമ്മുടെ. അപ്പോൾ ഇതിൻ്റെ ഇണക്കം അതാണ്, ഇത് കുട്ടികളോട് ഭയങ്കരമായിട്ട് ഇണക്കം കാണിക്കുന്ന, കുട്ടികളോട് മാത്രമല്ല മനുഷ്യരോടെല്ലാം ഭയങ്കരമായിട്ട് ഇണക്കം കാണിക്കുന്നൊരു പശുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് കൊടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ എന്നാ വില പറഞ്ഞാലും കൊടുക്കുകയില്ല. അതെ അതതിൻ്റെ ഒരു ജനറ്റിക് സ്വഭാവം. അതിൻ്റെ ഒരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ അതിന് ഈ ആന്ധ്രാപ്രദേശിലും അവിടെ ഉള്ളവരൊക്കെ ഇതിനെ ഈ പെരക്കകത്തൂടെ വളർത്തുന്ന, നമ്മളിതിനെ അത്രയും പെരക്കകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കട്ടിലയിലൊക്കെ ചടിക്കയറും, കിടക്കയിലും അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ശല്യം, അതൊരു ശല്യമായിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. അവരിതിനെ കിടക്കക്കൂടെയൊക്കെ ഓടിച്ച് കളിപ്പിക്കുന്നതൊക്കെ കാണാം. അതതിൻ്റെ ഒരു ജന്മ സ്വഭാവമാണ്. ഇതിൻ്റെ ഈ തള്ളപ്പശുവിന് എത്ര വയസ്സ് പ്രായമുണ്ട്? തള്ളപ്പശു ഇപ്പം 3-4 ഞങ്ങളുടെ പശുക്കൾ ഞങ്ങൾ ഈ പാലും കൊടുക്കാറില്ല. ഇതിൻ്റെ പാല് ഭയങ്കര ഗുണമുള്ള ഏറ്റവും മിൽക്ക് എന്ന് പറയുന്ന ഏറ്റവും ഗുണമുള്ള പാലാണ്. ആ പാല് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം 3-4 ഇപ്പം കറക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിനെല്ലാം ഈ ക്ലാവിനെ നമ്മൾ കുടിപ്പിക്കും. അപ്പോൾ ക്ലാവ് മിക്കവാറും ഗതിയിൽ 1 വയസ്സ് കഴിയുന്നതോടുകൂടി ഇത് ഇൻസിമിനേറ്റ് ചെയ്യാറാവും. അത്ര അങ്ങനെ വേഗം ആയതുകൊണ്ട് ഇതിന് ഈ തള്ളപ്പശുവിന് അങ്ങനെ വലിയ പ്രായമില്ല. ഇപ്പം 3ാമത്തെ പ്രസവമാണ്, 4ാമത്തെ പ്രസവം ഇപ്പം ജന നിറഞ്ഞു നിൽക്കുക. എന്നാൽ പോലും അതിനൊരു 4-6 വയസ്സിൽ കൂടുതൽ കാണിയല്ല. നമ്മളിപ്പോൾ വീട് അടച്ചിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മളോട് ഭയങ്കര നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ വണ്ടി നമുക്കൊരു ഇതിന് പുല്ല് കൊണ്ടിരുന്ന ജീപ്പും ഒക്കെ ഉണ്ട്. ആ ജീപ്പിൻ്റെ ഒച്ച കേട്ടാൽ താഴെ വരുമ്പോഴേ ഇവർ അമറാന്ന് അവിടെ വലിയ മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്ത് അതിപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചെല്ലുമ്പോൾ അത് റിസോർട്ട് ഒരു 3000 സ്ക്വയർ ഫീറ്റ് അടുത്തുള്ള ഒരു 3 നിലയായിട്ടുള്ള, അതിന് മുകളിലൊരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ള
ആൾക്കാർ ഗസ്റ്റുകൾ വരുന്നുണ്ടോ? ഗസ്റ്റ് വരുന്നുണ്ട്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. അതെ അതെ. ഗസ്റ്റ് ഹൗസിന്റെ പേരോടെന്ന് പറയാം. കുടയത്തൂർ മൗണ്ടൻ വിസ്ത. കുടയത്തൂർ മൗണ്ടൻ വിസ്ത, VISTA. കുടയത്തൂർ മൗണ്ടൻ വിസ്ത. അതിന് കിട്ടത്തിൽ ചെന്നാൽ ഈ മൗണ്ടൻ്റെ കുടയത്തൂർ ഏലവിഴ പൂഞ്ചിറ ആ മൗണ്ടൻ്റെ ഒരു വ്യൂ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടേക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല. അതെ. അടുത്ത ദിവസം നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ.